കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ് നമുക്ക് വേണ്ടത്, എങ്ങനെ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ടുണ്ട്. ഒരു ടേബിൾ വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കാനുണ്ട്. ആ ടേബിൾ നമുക്ക് ആദ്യം വരയ്ക്കാൻ പഠിച്ചിട്ട് നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്, നമ്മുടെ ക്വസ്റ്റിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് ഒരു 10% നമ്മൾ എടുക്കുവാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 10% ഞാൻ എടുക്കുവാണ്. ടൈം പീരീഡ് വരുന്നത് ഒരു 2 ഇയർ ആണെന്ന് എടുക്കുവാണ്. ടൈം പീരീഡ് എത്ര എടുക്കുവാണ്? 2 ഇയർ എന്ന് എടുക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ SI പഠിച്ചപ്പോൾ നമ്മളൊരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ഒരു ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ടേബിൾ പഠിച്ചിട്ട് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% നമ്മൾ എടുക്കുന്നു. ടൈം പീരീഡ് 2 വർഷം എന്ന് എടുക്കുന്നു. ഇനി നോക്കിക്കേ, ഇതിനകത്ത് P എഴുതണം, A എഴുതണം. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളാണ്, A എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ്. നിങ്ങൾക്ക് അറിയാതെ ഇവിടെ 2 കൊല്ലം പറയുന്നതായതുകൊണ്ട് 1, 2 കൊല്ലം എഴുതുന്നു. ഇനി ഈ 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആണ് അല്ലെ. 10% എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷണൽ ഫോം എന്താണ്? 1/10 ആണ്. പെർസെന്റേജ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ 10% എന്ന് പറയുമ്പോൾ 10/100 എന്ന് വരുന്നു, 10/100 എന്ന് പറഞ്ഞു വരുന്നു. ഈ 2 0 നമ്മൾ വെട്ടിപ്പോകുമ്പോൾ നമുക്ക് 1/10 കിട്ടും. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചാലും മതിയാകും. ഏത് രീതി കണ്ടുപിടിച്ചാലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ 1/10 കിട്ടുന്നു. ഇവിടെ നമ്മൾ ഈ പ്രിൻസിപ്പൾ ആയിട്ട് ഇതിലെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ 10 എഴുതണം. പ്രിൻസിപ്പൾ ആയിട്ട് ഡിനോമിനേറ്റർ കിടക്കുന്ന 10 എഴുതുക. എമൗണ്ട് ആയിട്ട് ഈ 1ഉം ഈ 10ഉം തമ്മിൽ കൂട്ടി എഴുതുക. 11 ഒന്നും തമ്മിൽ കൂട്ടി എഴുതുക, എന്നിട്ട് 11 കിട്ടും. ഇനി എന്ത് ചെയ്യണം? 2ാം കൊല്ലത്തേക്ക് പോകാം. 2ാം കൊല്ലത്തേക്ക് പോകുമ്പോഴത്തേക്കും സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ 10ന്റെ സ്ക്വയർ എത്രയാണ്? 10ന്റെ സ്ക്വയർ 100. 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. 11ന്റെ സ്ക്വയർ 121 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കോണേ, ഇവിടെ നമ്മൾ ഈ സൈഡിലാണ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത്. ഇൻസ്റ്റാൾമെന്റ് എന്തായിരിക്കണം? ഈക്വൽ ആവണം. ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുകളിലുള്ളതിനെ 1ാം കൊല്ലത്തിനെയും കൂടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 121 ആക്കാം. അപ്പോൾ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഈ Pയുടെ ഇവിടെയും കൂടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് നമ്മൾ ഈ സൈഡിലാണ്, ഇവിടെയാണ് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് കിട്ടുക. ഇവിടെയാണ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുക, ഈ സൈഡിലാണ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുക. അപ്പോൾ ഇവിടെ എന്തോ രണ്ടിടത്തും ഈക്വൽ ആയിട്ട് വരണം. രണ്ടിടത്ത് ഈക്വൽ ആയിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം താഴെ 121 കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മേലെയും കൂടെ 121 ആക്കാം. 121 ആക്കുമ്പോഴത്തേക്കും ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെയും 121 ആക്കാൻ വേണ്ടിയിട്ട് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേ 11 കൊണ്ട് വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇനി ഇതിനെ ഒന്ന് കൂട്ടി എഴുതി നോക്കാം. കൂട്ടി എഴുതുമ്പോൾ 11 × 10 110 വരും. 110 100 കൂടെ എന്ത് വരും? 210 വരും. എന്ത് വരും? 210 വരും. അതാണ് പ്രിൻസിപ്പൾ, അതാണ് ടോട്ടൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഈ 121 ആണ് ഇവിടുത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. 121 എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്ന ഈ 120 121 കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്ന 242 ആണെന്ന് പറയുന്നത് എമൗണ്ട് എന്നും പറയുന്നത്. 242 ആണ് എമൗണ്ട് എന്നും പറയുന്നത്. ഇപ്പൊ ഇത് ഒരെണ്ണം എഴുതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. 2-3 നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതങ്ങ് ക്ലിയർ ആവും. അപ്പം അടുത്തതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് 20% നമുക്ക് എടുക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് 20% എടുക്കുവാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് 20% എടുക്കുവാണ്. ടൈം പീരീഡ് എഗെയിൻ 2 വർഷം തന്നെ എടുക്കുവാണ്. ടൈം പീരീഡ് 2 വർഷം തന്നെ എടുക്കുവാണ്. എന്ന് നോക്കിയേ, ഈ 20% എന്ന് പറയുന്നതാണ് 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 20% എന്ന് പറയുന്നതാണ് 1/5 ആണ്. നമ്മൾ പെർസെന്റേജ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എഴുതി നോക്കുക. 20/100 വെട്ടിക്കളയുമ്പോഴത്തേക്ക് 1/5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ടേബിൾ വരയ്ക്കാം. ടേബിൾ വരയ്ക്കാനായിട്ട് പ്രിൻസിപ്പളും ഉണ്ട്, എമൗണ്ടും ഉണ്ട്. എമൗണ്ടും ഉണ്ട്. 2 കൊല്ലമുണ്ട്. അപ്പോൾ 1ാം കൊല്ലം 2ാം കൊല്ലം. 1ാം കൊല്ലം 5 എഴുതുക. 1ാം കൊല്ലം 5 എഴുതുക. 2ാം കൊല്ലം അത് നമ്മൾ കൂട്ടി എഴുതുക. 1ഉം 5ഉം കൂടെ കൂട്ടി എഴുതുക. എത്ര എഴുതും? 6 കിട്ടും. മറ്റേടത്ത് പോലെയാണ് 6 കിട്ടും. ഇനി 2ാം കൊല്ലത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ സ്ക്വയർ എടുക്കേണ്ട. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 6ന്റെ സ്ക്വയർ 36. ഇനി എന്ത് ചെയ്യണം? വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കും, സെയിം ആക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്റ്റാൾമെന്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് മേലെയും കൂടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 36 ആക്കുക. അതേ 6 കൊണ്ട് എന്ത് ചെയ്യുക? ഇപ്പുറത്ത് മൾട്ടിപ്ലൈ. അപ്പോൾ 6 30 30 25 കൂടെ എത്ര വരും? 55 വരും. 30 25 കൂടെ 55 വരും. അപ്പോൾ പ്രിൻസിപ്പൽ എത്ര വന്നു? 55 വന്നു. ഇനി ഇതെന്നാ 36 ആണെന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇനി എമൗണ്ട് എന്ന് പറയുന്നതാണ്, ഇത് നമ്മൾ കൂട്ടി എഴുതിയതാണ്. എത്ര വരും? അത് 72 വരും. ഇത് വരും 72 വരും. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ രണ്ടെണ്ണം കൂടെ ചെയ്ത് നോക്കാം. രണ്ടെണ്ണം കൂടെ ചെയ്യുമ്പോഴേ നമുക്ക് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം കൂടെ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് മായ്ക്കുവാണ് ഞാനങ്ങ്. അടുത്ത ഒരെണ്ണത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് 25% എന്ന് എടുക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 25% എടുക്കുവാണ്. ടൈം പീരീഡ് വന്നിട്ട് അഗെയിൻ 2 ഇയർ തന്നെയാണ്. 2 കൊല്ലം തന്നെയാണ് ഇവിടെയും ടൈം പീരീഡ്. ഈ 25% എന്ന് പറയുന്നതാണ് 1/4 ആണ് അല്ലെ. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇനി നമ്മൾ എഴുതുവാണ് പ്രിൻസിപ്പളും എമൗണ്ടും 1ാം കൊല്ലവും 2ാം കൊല്ലവും. എന്ത് എടുക്കും? ആദ്യമേ ഡിനോമിനേറ്റർ കിടക്കുന്നതാണ് പ്രിൻസിപ്പൾ ആയിട്ട് എടുക്കാനായിട്ട്. 4 വേണം പ്രിൻസിപ്പൾ ആയിട്ട് എടുക്കാനായിട്ട്. എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കൂട്ടിയതാണ്. അപ്പോൾ എത്ര വരും? 5 വരും. ഇനി സ്ക്വയർ എടുക്കുക. 4ന്റെ സ്ക്വയർ 16 ആണ്. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. 5ന്റെ സ്ക്വയർ 25. ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ആക്കാനായിട്ട് അവിടെയും കൂടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 5 20, 20ഉം 16ഉം കൂടെ എത്രയാണ്? 36 ആയിട്ട് മാറും. ഈ 36 ആണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഈ 25 25 കൂടെ കൂട്ടും എന്താ വരിക? 50 വരും. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. എമൗണ്ട് എന്ന്
പറഞ്ഞാൽ 50 ആണ്. അതുപോലെ തന്നെ 25 പറയുന്നത് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. 25 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരെണ്ണം ചെയ്ത് നോക്കാം. അടുത്ത ഒരെണ്ണം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 30% എടുത്ത് നോക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 30% എടുക്കാം. ടൈം പീരീഡ് ഇവിടെ 2 കൊല്ലം നമ്മൾ എടുക്കും. തൽക്കാലം നമുക്ക് 2 കൊല്ലം ചെയ്ത് പഠിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് 3-ാം കൊല്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഈ 30% എന്ന് പറയുമ്പോൾ എന്താ വരിക? 30/100 വരും. 30/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/10 എന്ന് പറഞ്ഞാൽ വരിക. 30/100 എന്ന് പറയുന്നത് വരും 3/10 എന്ന് പറഞ്ഞു വരും. ഇനി പ്രിൻസിപ്പളും എമൗണ്ടും എഴുതുവാണ്. പ്രിൻസിപ്പൾ എമൗണ്ട് എഴുതുന്നു. ഇതിൽ 1-ാം കൊല്ലവും 2-ാം കൊല്ലവും എഴുതുന്നു. ഇനി നോക്കിക്കേ, ഈ 10 എടുത്ത് ഇവിടെ കൊടുക്കുക. പ്രിൻസിപ്പൽ ഡിനോമിനേറ്റർ വരുന്നത് ഇവിടെ കൊടുക്കുക. ഇനി എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 3ഉം 10ഉം കൂടെ കൂട്ടിയതാണ്. എത്ര വരും? അത് 13 വരും. ഇനി 10ന്റെ സ്ക്വയർ 100, 13ന്റെ സ്ക്വയർ 169. ഇനി ഇപ്പുറത്തും 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇപ്പുറത്തും 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 130 100 കൂട്ടും എന്ത് കിട്ടും? 230 കിട്ടും. ഈ 230 പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. 230 പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 169 എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ് എന്നും പറയുന്നത്. 169 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ള സംഭവം. പിന്നെ നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു 50%. ടൈം പീരീഡ് വന്നിട്ട് 2 വർഷമാണ്. ടൈം പീരീഡ് 2 വർഷം ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് 40%. ടൈം പീരീഡ് വന്നിട്ട് 2 വർഷം. ഇതും ചെയ്ത് നോക്കണം. ഇത് രണ്ടും എന്ത് ചെയ്യുക? ഇത് രണ്ടും ഒന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം ക്വസ്റ്റ്യനിലേക്ക് വരിക. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 6800 രൂപ അല്ലേ 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കണം CA-ക്കകത്ത്. അങ്ങനെയെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെന്റും കണ്ടുപിടിക്കണം. 12.5 പലിശ നിരക്കെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ പോലെ ആദ്യം ടേബിൾ വരയ്ക്കാം. ടേബിൾ വരച്ചിട്ട് അതിലേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ടേബിൾ വരയ്ക്കാൻ പോവാണ്. ടേബിൾ വരയ്ക്കുമ്പോഴത്തേക്കും നോക്കിക്കോണേ, എത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ 12.5 5%. ഈ 12.5% എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 1/8 വരും. ഇത് വരും 1/8 വരും. ഇനി ടൈം പീരീഡ് വന്നിട്ട് 2 വർഷം ഒന്നും പറയുന്നില്ല. 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. അപ്പൊ 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ 2 വർഷമായിട്ട് നമുക്ക് അങ്ങ് എടുക്കാം. അത് തന്നെ നമുക്ക് അങ്ങ് എടുക്കാം. അപ്പൊ എഴുതാൻ പോവാണേ. Pയും Aയും എഴുതി. 1-ാം കൊല്ലവും 2-ാം കൊല്ലവും 1/8 അതിനോട് 8 എഴുതുക. 8 ഒന്നിട്ട് കൂട്ടുമ്പോൾ 9 എഴുതുക. 64 വരും, 81 വരും. 9 കൊണ്ട് 2 ഇടത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി കൂട്ടി എഴുതുക. കൂട്ടി എഴുതുമ്പോഴത്തേക്കും P is equal to 72 64 തമ്മിൽ കൂട്ടണം. 72 64 തമ്മിൽ കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 136 കിട്ടും. ഇനി 81 എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. 81 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. എങ്കിൽ എമൗണ്ട് എന്ത് വരും? 162 വരും. എമൗണ്ട് 162 വരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ടേബിൾ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താ പറയുന്നത്? 6800 രൂപ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലെ. 12.5% പലിശ നിരക്ക് വെച്ചിട്ട് തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ 6800 എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ എന്നാണ് അർത്ഥം. അത് കടം വാങ്ങുന്നു, 12.5% 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നു. 2 വർഷം കൊണ്ട് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെന്റും എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ടേബിൾ പ്രകാരം, നമ്മൾ ഈ വരച്ച ടേബിൾ പ്രകാരം ഈ 136 എന്തോന്ന് പറയുന്നത്? 6800 എന്ന് പറയുന്നത്. 136 എന്ന് പറയുന്നത് 6800 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കണം. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയുന്നത്? 81. റേഷ്യോ എത്രയാണ്? 81. 81 എത്ര എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 81 എത്ര എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ആദ്യം xi × 136 വരും. xi × 136 is equal to 6800 × 81 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 6800 × 81 വരും. 136 × x എന്ന് പറഞ്ഞു വരും. ഇനി എന്ത് ചെയ്യണം? ഈ 136 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പം x is equal to എന്താ വരിക? 6800 × 81 ഡിവൈഡഡ് ബൈ 136 വരും. 68 കൊണ്ട് വെട്ടുവാണ്. 68 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 100 വരും. 28 കൊണ്ട് എന്താ വരിക? 2 വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 81 × 100 ബൈ 2 അല്ലെ. 81 × 100 എത്രയാണ്? 81 തൊട്ട് 8100 വരും. ബൈ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി എടുക്കാം. 8100 പകുതി എത്രയാണ്? 4050 വരും. എന്ത് വരും? 4050 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ x is equal to 4050. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റ് എന്നാണ് 4050 രൂപയാണ്. 4050ന്റെ 2 ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുക. 4050ന്റെ 2 ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുക. ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 8100 രൂപ, അതായത് എമൗണ്ട് ആയിട്ട് വരും. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാൾമെന്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളൂ. 4050 എന്തായിട്ട് വരിക? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരിക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നോക്കിക്കേ, സം ഓഫ് ₹550 was taken as loan. This is to be paid back in 2 equal installments. If the rate of interest be 20% compounded annually, then the value of each installment എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. അതായത് 550 രൂപ ലോൺ ആയിട്ട് വാങ്ങി. ഇത് 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കണം. എത്ര ശതമാനം പലിശ നിരക്കിൽ? 20% പലിശ നിരക്കിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെന്റും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാമേ. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എങ്ങനെ വരിക? നോക്കിക്കോ, 20% അല്ലേ. 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 ആണ്. 20% എന്ന് പറയുന്നതാണ് 1/5 ആണ്. ഇനി എഴുതുമ്പോഴത്തേക്കും P എഴുതണം, A എഴുതണം. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. 5 എന്ന് പറയുമ്പോൾ 5 എഴുതുക, ഇവിടെ 6 എഴുതുക. 5ന്റെ സ്ക്വയർ 25 എഴുതുക. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. ഇവിടെയും 6, ഇവിടെയും 6. 6 × 30 25 കൂടെ എത്ര വരും? 55 വരും.
ഓക്കെ, ഈ 36 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്നത്. ടോട്ടൽ എമൗണ്ട് എത്ര വരും? 72 വരും. നമുക്ക് വേണ്ട, എന്നാലും എഴുതുന്നേ ഉള്ളൂ, 72 വരും. അപ്പൊ നമുക്ക് ഇനി ബാക്കി സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഇത് പ്രകാരം ടേബിൾ പ്രകാരം പ്രിൻസിപ്പൽ എത്രയാണ്? ടേബിൾ പ്രകാരം പ്രിൻസിപ്പൽ 55 ആണ്. ക്വസ്റ്റ്യൻ പ്രകാരം പ്രിൻസിപ്പൽ എത്രയാണ്? 550 ആണ്. 550 ആണ്. അപ്പം ഈ 55 എന്ന് പറയുന്നത് ഏതിന് ഇക്വലന്റ് ആണ്? 550 ഇക്വലന്റ് ആണ്. 55 എന്ന് പറയുന്നത് 550 ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 36 ആണ്. 36 എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 36 എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ 55 ആപ്പിളിന്റെ വില 550 ആണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളിന്റെ വില എത്ര എന്ന് പറഞ്ഞാൽ കിട്ടും? നമുക്ക് 10 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 55 ആപ്പിളിന്റെ വില 550 ആണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളിന്റെ വില 10 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഒരു ആപ്പിളിന്റെ വില 10 ആണെന്നുണ്ടെങ്കിൽ 36 ആപ്പിളിന്റെ വില എന്തെന്ന് പറഞ്ഞ് കിട്ടും? 360 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 36 ആപ്പിളിന്റെ വില 360 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? 360 രൂപയാണ്. ഓക്കെ, ഇപ്പൊ ഈ സെയിം മോഡൽ അടുത്ത ക്വസ്റ്റിനും സെയിം മോഡലാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എത്രയാണ് വരുന്നത്? നോക്കിക്കേ, 11,000 രൂപയാണ് ലോൺ ആയിട്ട് എടുത്തത് അല്ലെ. പ്രിൻസിപ്പൽ 11,000 രൂപയായിട്ട് വരുന്നത്. ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് 20% ആണ്. അങ്ങനെയെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെന്റും എത്ര എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 20% നേരത്തെ വരച്ച അതേ ടേബിൾ തന്നെയാണ്. 20% ടേബിൾ. 20% ടേബിളിനകത്ത് പ്രിൻസിപ്പൽ എത്ര വരും? 55 വരും. ഇൻസ്റ്റാൾമെന്റ് എത്ര വരും? 36 വരും. അത് നമുക്ക് അടുത്ത അപ്പുറത്താൻ കൊടുക്കാം. പ്രിൻസിപ്പൽ 55 വരും. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ 55 വരും. ഇൻസ്റ്റാൾമെന്റ് എത്ര വരും? 36 വരും. 36 വരും. ഇനി ഈ 55 ആണ് 11,000 രൂപ എങ്കിൽ ഇൻസ്റ്റാൾമെന്റ് എക്സ് എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ എന്താ വരിക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 55 എക്സ് ഇസ് ഈക്വൽ ടു 11,000 ഇൻറ്റു 36 എന്ന് പറഞ്ഞു വരുന്നു. 11 കൊണ്ട് വെട്ടുമ്പോൾ 5 വരും. 11 കൊണ്ട് വെട്ടുമ്പോൾ എത്ര വരും? 1000 വരും. 1000 വരും. ഇനി 5 നമ്മൾ വെട്ടുമ്പോൾ എത്ര വരിക? 200 വരും. അതുപോലെ മൾട്ടിപ്ലൈ എന്താ കിട്ടുക? 36 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 72 വരും. പിന്നെ 2 പൂജ്യം കൂടെ 7200 നമുക്ക് ആൻസർ കിട്ടും. എത്ര ആൻസർ കിട്ടും? 7200 രൂപയിൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സം ഓഫ് റുപ്പീസ് 8,400 ലോൺ ആയിട്ട് എടുത്തു എന്ന് പറയുന്നുണ്ട്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെന്നാണ് പറയുന്നത്. എങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെന്റ് എത്രയെന്നും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 10% എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരിക? 1/10 വരും. അല്ലെ, നമ്മൾ ആദ്യം വരച്ച ടേബിൾ ആണ്. 10% എന്ന് പറയുമ്പോൾ 1/10 വരും. 1/10 ആണ്. ഇവിടെ 10 വരും. ഇവിടെ 11 വരും. ഒന്നാം കൊല്ലം. രണ്ടാം കൊല്ലം 10ന്റെ സ്ക്വയർ 100. 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. ഇവിടെയും 11. ഇവിടെയും 11. പ്രിൻസിപ്പൽ എത്രയാ വരിക? 210 വന്നു. ഇൻസ്റ്റാൾമെന്റ് 121 വന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരിക? നോക്കിക്കോണേ, 210 വന്നു അല്ലെ. 210 ആണ്. ഈ 210 ആണ് 8,400. 210 ആണ് 8,400. അങ്ങനെയെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് 121 ആണ് അല്ലെ. 121 എത്ര ആണ് നാം കണ്ടുപിടിക്കേണ്ടത്? 121 എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എക്സ് ഇൻറ്റു 210 ഇസ് ഈക്വൽ ടു 8,400 ഇൻറ്റു 121 എന്ന് പറഞ്ഞു വരുന്നു. ഇനി ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 8,400 ഇൻറ്റു 121 ഡിവൈഡ് ബൈ 210. ഈ പൂജ്യം വെട്ടി ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 40 വരും. എന്ത് വരും? 40 വരും. ഈ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4, 8, 4, 0. അപ്പം എക്സ് ഇൻസ്റ്റാൾമെന്റ് ഇസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു വരും? 4,840 രൂപ എന്ന് പറഞ്ഞു വരും. എന്തിനും 4,840 രൂപ എന്ന് നമുക്ക് ഇവിടുന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഇനി ഇപ്പം 2 ഇയറിന്റെ സംഭവം നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ 3 ഇയർ ആണ്. അപ്പൊ 3 ഇയർ എങ്ങനെ ടേബിൾ വരയ്ക്കുന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 3 ഇയർ ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് 10% ഞാൻ എടുക്കുകയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ടൈം പീരീഡ് 3 ഇയർ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോവാണേ. വരയ്ക്കുമ്പോൾ പ്രിൻസിപ്പളും ഉണ്ട്, എമൗണ്ടും ഉണ്ട്. 1-ാം കൊല്ലം, 2-ാം കൊല്ലം, 3-ാം കൊല്ലം. ആദ്യത്തെ കൊല്ലം 10% എന്ന് പറയുമ്പോഴത്തേക്കും 1/10 ആണ്. 10 എഴുതുക. എമൗണ്ട് 11 എഴുതുക. 10ന്റെ സ്ക്വയർ 100. 10ന്റെ ക്യൂബ് എഴുതുക. 1000. ഇനി 11ന്റെ സ്ക്വയർ 121. 11ന്റെ ക്യൂബ് എഴുതുക. 1331 എഴുതുക. ഇവിടെയും ഇൻറ്റു 11, ഇവിടെയും ഇൻറ്റു 121, ഇവിടെ ഇൻറ്റു 121, ഇവിടെ ഇൻറ്റു 11. ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താ വരും? ഇവിടെ 1110 1100 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2210 കിട്ടും. പിന്നെ നമ്മൾ കൂട്ടുമ്പോൾ 3210 എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പം ഇതാണെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇതാണ് 1331 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു വരുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. നേരത്തെ പോലെ തന്നെയാണ്. നേരത്തെ സ്ക്വയർ വട്ട് എഴുതി നിർത്തിയാൽ മതി. 2 വട്ടം എഴുതി നിർത്തിയാൽ മതി. ഇത്തവണ ക്യൂബും കൂടെ എഴുതണം എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് 20% അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് എത്രയാണ്? 20%. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20%. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഇനി എഴുതുക. പ്രിൻസിപ്പളും എമൗണ്ടും 1, 2, 3. പ്രിൻസിപ്പൽ എത്രയാ? 5. എമൗണ്ട് എത്രയാ? 6. 25. 125. ഇവിടെ 6. 36. ക്യൂബ് എടുക്കുമ്പോൾ 216.
ഇനി ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 36 × 6 216 ആവും. ഇവിടെയും 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എങ്കിൽ 216 ആവത്തുള്ളൂ. അതേ 36 കൊണ്ട് ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, അതേ 6 കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താ വരും നോക്കിയേ, 36 × 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 180 വരും. 36 × 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 180 വരും. 25 × 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 150 വരും. 150 വരും. 125 വരും. 5 2 10 15 5 ശിഷ്ട 1 455 എന്ന് പറഞ്ഞ് വരും. പ്രിൻസിപ്പൾ എത്ര വരും? 455 എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഇതാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരിക നോക്കിക്കോണേ. ക്വസ്റ്റിനകത്ത് പ്രിൻസിപ്പിൾ വന്നിട്ടുണ്ട് അല്ലേ? എത്രയെന്ന് പറയുന്നുണ്ട്? പ്രിൻസിപ്പിൾ 1820 എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഈ 455 ആണ് 820 എങ്കിൽ ഇൻസ്റ്റാൾമെന്റിൽ കണ്ടുപിടിക്കാനുള്ളത്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 216 എത്ര എന്നുള്ളത് കണ്ടുപിടിച്ച് നമ്മുടെ ഉത്തരവായി. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? x = 55 എന്ന് പറഞ്ഞു വരുന്നു. ഇനി ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇനി ബാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ എന്താ കിട്ടുക? 864 രൂപ എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. 864 രൂപ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിന് 45,500 രൂപ എന്ന് പറയുന്നത് 20% പലിശ നിരക്കാണ് 3 കൊല്ലം കൊണ്ടാണ് അടച്ചു തീർക്കേണ്ടത്. അപ്പൊ 20% എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വരച്ച അതേ ടേബിൾ തന്നെ വരും അല്ലേ? അതേ ടേബിൾ തന്നെ വരും. അതിനകത്ത് വന്നിട്ട് 3 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കേണ്ടത് എങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെന്റാണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റേ ക്വസ്റ്റിന് തന്നെ സാധനങ്ങളുടെ വാല്യൂ നമുക്ക് എടുക്കാം. പ്രിൻസിപ്പൽ എത്രയാ? 455 അല്ലേ? പ്രിൻസിപ്പൽ 455. ഈ 455 ആണ് 45,500 എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇൻസ്റ്റാൾമെന്റ് ആണ്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ ഓരോ ഇൻസ്റ്റാൾമെന്റും 216 വെച്ചിട്ടാണ്. 216 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 216 നമുക്ക് കണ്ടുപിടിക്കണം. നോക്കി, ഇവിടെ കുറെ കൂടെ എളുപ്പമാണ്. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം 455 ആപ്പിളിന്റെ വില 45,500 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ആപ്പിളിന്റെ വില എന്തെന്ന് പറഞ്ഞു വരും? ഡിവൈഡ് ചെയ്താൽ മതി. 100 രൂപ എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ? ഒരു ആപ്പിളിന്റെ വില 100 രൂപയാണെന്നുണ്ടെങ്കിൽ 216 ആപ്പിളിന്റെ വില എത്ര വരും? 21,600 രൂപ എന്ന് പറഞ്ഞിട്ട് വരും. 21,600 രൂപ എന്ന് നമുക്ക് ഫൈനൽ ആൻസറും കിട്ടുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ നോക്കുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ നോക്കുക, 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇൻസ്റ്റാൾമെന്റിൽ 3 കൊല്ലം വരെയൊക്കെ മാക്സിമം ചോദിക്കാറുള്ളൂ. അതിന് മേലെ ചോദിക്കാൻ പോയില്ല. അപ്പൊ അതുകൊണ്ട് ഇതുവരെ പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, താങ്ക് യു.